പ്രാദേശിക വർഷമല്ലേ കുഴപ്പമില്ല. ഞാനാണ് തുടങ്ങാനാ തുടങ്ങാനല്ലേ? ആ ആ എന്തിവരുടെയാ? ഹലോ, അത്
എന്നാൽ തുടങ്ങല്ലേ? നമസ്കാരം. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാനായ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ കോട്ടയ്ക്കൽ അസംബ്ലി മണ്ഡലത്തിൽ നിന്നും വീണ്ടും ജനവിധി തേടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ന് നോമിനേഷൻ സമർപ്പിച്ച് ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഈ പത്രസമ്മേളനം ഇവിടെ ചേരുന്നത്. കഴിഞ്ഞ ആദ്യത്തെ തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിൽ ഒരു സുപരിചിതനായിരുന്നു. അന്ന് നിയോജക മണ്ഡലം കമ്മിറ്റി ഞങ്ങൾക്കെല്ലാവർക്കും അദ്ദേഹത്തെ കുറച്ചൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ MLA-യുടെ ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, പെരുമാറ്റ രീതി, ജനങ്ങളുമായിട്ടുള്ള ബന്ധം എല്ലാം UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസവും വലിയ പ്രതീക്ഷയും നൽകുന്ന രീതിയിലായിരുന്നു. ഒരു പ്രതിപക്ഷ MLA എന്നതിലപ്പുറം അദ്ദേഹത്തിൻ്റെ ജെന്റിൽമാൻ കോണ്ടാക്റ്റ് അനുസരിച്ച് കേരളത്തിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാരോടും ഒക്കെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും വികസനത്തിൻ്റെ കാഴ്ചപ്പാടും താല്പര്യം വെച്ചുകൊണ്ട് തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഒരു MLA-ക്ക് കേവലം 6 കോടി രൂപയാണ് ഒരു വർഷം നിർബന്ധമായി ലഭിക്കുന്നത്. 5 കോടി രൂപ ആസ്തി വികസന ഫണ്ടും 1 കോടി രൂപ പ്രാദേശിക വികസന ഫണ്ടും. അങ്ങനെ വരുമ്പോൾ 5 കൊല്ലം കൊണ്ട് 30 കോടി രൂപയാണ് നിർബന്ധമായിട്ടും അദ്ദേഹത്തിന് കിട്ടുന്നത്. എന്നാൽ ഈ നിയോജക മണ്ഡലത്തിൽ 421 കോടി രൂപയുടെ വികസനങ്ങൾ നടത്തി. 421 കോടി രൂപയുടെ വികസനങ്ങൾ നടത്തുമ്പോൾ അതാരും ഇല്ല എന്ന് പറഞ്ഞാൽ വിലപ്പോവില്ല. കണ്ണടച്ചിരുട്ടാക്കാൻ ആർക്കും പറ്റില്ല. 1000 കോടിയുടെ വികസനം നടത്തിയെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കില്ല. ഒന്നും നടന്നിട്ടില്ല എന്ന് ചിലർ പറഞ്ഞാൽ അതും ജനങ്ങൾ വിശ്വസിക്കില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പദ്ധതിയുടെയും കാര്യങ്ങളും പേരും സംഖ്യയും കാണിച്ചുകൊണ്ടുള്ള റെക്കോർഡ് സഹിതമാണ് നമ്മൾ ഈ പത്രസമ്മേളനം വിളിക്കുന്നതും ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നതും. അതോടൊപ്പം തന്നെ ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളോടും മാന്യമായി ഇടപഴകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മതേതര സ്വഭാവവും ജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്പലങ്ങളായാലും പള്ളികളായാലും ഉത്സവങ്ങളായാലും കല്യാണമായാലും അതുപോലെ തന്നെ ദുഃഖകരമായ മറ്റു മരണങ്ങളോ അപകടങ്ങളോ മറ്റു കാര്യങ്ങളായാലും എല്ലാ സുഖദുഃഖങ്ങളിലും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും എല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് ഓരോ ജനങ്ങളും നമ്മളെ സ്ഥാനാർത്ഥിയെന്ന് തങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെക്കാളേറെ 10 മടങ്ങ് ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ പറ്റും എന്ന ഉത്തമ വിശ്വാസം ഈ UDF-ന്റെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് പറയുവാൻ വേണ്ടി കഴിയും. അതുപോലെ അതിൻ്റെ ആ രീതിയിലാണ് ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഒക്കെ കിട്ടുന്നത്. അതിനനുസരിച്ചുള്ള എല്ലാ ചിട്ടയായ പ്രവർത്തനങ്ങളും UDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പതിവിന് വിരീതമായിട്ടുള്ള പുതിയ രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള പ്രവർത്തന രീതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാ തലങ്ങളിലും എല്ലാ ഘടകങ്ങളും സജീവമായി രംഗത്തിറങ്ങാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് ഉജ്ജ്വലമായ ഒരു വിജയം ഇത്തവണ ഇവിടെ UDF ഉണ്ടാകും എന്ന് ഞങ്ങൾ വളരെയേറെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ഞാനിവിടെ അറിയിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ എൻ്റെ കൺവീനറും ആയിട്ടുള്ള ബഷീർ അണ്ടത്താണിയും പറയും. പിന്നെ MLAക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും പറയും എന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ചെയർമാൻ മധുസൂദനൻ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത്. ബഹുമാനായ സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ അദ്ദേഹം വളരെ സുപരിചിതനാണ്. കഴിഞ്ഞ 5 കൊല്ലം ഇവിടുത്തെ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും വളരെ സജീവമായി ഇടപെടുകയും മണ്ഡലത്തിൻ്റെ ഓരോ മുക്കുമൂലകളിലൊക്കെ അദ്ദേഹം എത്തുകയും ഏത് സാധാരണക്കാരനുമായും വലിയൊരു ആത്മബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത ആളാണ് അദ്ദേഹം. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം സ്ഥാനാർത്ഥിയെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളെക്കാൾ കൂടുതലായി അദ്ദേഹത്തെ അറിയുന്ന ആളുകളാണ്. അതുപോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നടന്നു. അപ്പോൾ അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ വളരെ 2-3 ആഴ്ചക്കുള്ളിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ പ്രചരണ പരിപാടികളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതുപോലെ തന്നെ നാളത്തോടെ തീരും. അത് കഴിഞ്ഞ് 20-ാം തീയതിക്കുള്ളിൽ ഹൗസ് ക്യാമ്പയിനും 21-ാം തീയതിക്കുള്ളിൽ ഓരോ പഞ്ചായത്തിലും സ്ഥാനാർത്ഥിയുടെ പര്യടനം ആണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ നിർലോഭമായ സഹകരണവും സഹായമൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിനു കൂടിയാണ് പിന്നെ ഇത്തരത്തിൽ നമ്മൾ കൂടിയിട്ടുള്ളത്. 20-ാം തീയതി നമ്മുടെ നിയോജകമണ്ഡലം UDF കൺവെൻഷൻ വളാഞ്ചേരിയിൽ സാഗർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. വൈകുന്നേരം 7 മണിക്കാണ്. ബഹുമാനായ ഹൈദരലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബും പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും നിങ്ങളെ പിന്നെ സജീവമായ സാന്നിധ്യം ആവശ്യമുണ്ട്. നാളെ വൈകുന്നേരം 5 മണിക്ക് വളാഞ്ചേരിയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് VK ടവറിൽ അത് വൈകുന്നേരം സാദിഖലി ശിഹാബ് തങ്ങൾ 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണം. അതുകൂടി അഭ്യർത്ഥിക്കുക. ബാക്കി ബഹുമാനായ സ്ഥാനാർത്ഥി ആബിദ് ഹുസൈൻ തങ്ങൾ സംസാരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ മധുസൂദനും ബഷീറും ചെയർമാനും കൺവീനറും സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ അവരുടെ കൂടെ ഒന്നിച്ച് നീങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ആ ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ നിങ്ങളടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ്. അതിനാദ്യം നിങ്ങളോടുള്ള കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു, വീണ്ടും ഒരു സ്ഥാനാർത്ഥിയാകുന്നു. നമ്മളിന്ന് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. കൃത്യമായും അതിൻ്റെ ഒഫീഷ്യലിയുള്ള പ്രവർത്തനം നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്നലെ വരെ അനൗദ്യോഗികമായി നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നല്ല ഒരു പ്രതീക്ഷയും നല്ല ഒരു സമീപനവുമാണ് പരസ്പരം ഞങ്ങളിൽ നിന്ന് ജനങ്ങൾക്കും ഉണ്ടാകുന്നത് എന്ന ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അതിൽ പങ്കാളിത്തം വഹിക്കുന്നു എന്നതും സന്തോഷകരമാണ്. വികസന പ്രവർത്തനങ്ങൾ ഇവിടെ മധുസൂദനൻ സൂചിപ്പിച്ചതുപോലെ ഒരു കർത്തവ്യം നിർവഹിക്കുക എന്നൊരു ജനപ്രതിയുടെ കർത്തവ്യം നിർവഹിക്കുന്ന എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഒട്ടനവധി നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ രേഖയും ഒക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ തന്നിട്ടുണ്ട്. അത് വെച്ചാണ് ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ്. പിന്നെ കൊട്ടക്കൽ മണ്ഡലത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങളും ഒന്നിച്ചു ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നല്ലൊരു വിജയപ്രതീക്ഷയാണ് UDF-നുള്ളത്. അത് കൊട്ടക്കൽ മണ്ഡലത്തിൽ ഒന്നുകൂടി ഉന്നതമായ രൂപത്തിലുള്ള ഒരു വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ഇത്രയും ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇന്നും അതിൻ്റെ ആവേശത്തോടു കൂടിയാണ് ഞങ്ങൾ നോമിനേഷനുകളിൽ കൊടുക്കുമ്പോൾ ഉണ്ടായ ഒരു രൂപത്തിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ
ഈ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിൽ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷ എംഎൽഎ എന്നുള്ള നിലയിൽ സിപിഎമ്മായിട്ടുള്ള പരിചയമുണ്ട്, എൽഡിഎഫുള്ള പരിചയമുണ്ട്. അവരെ കയ്യിൽ നിന്നും ഈ 421 കോടിയുടെ സഹായം കിട്ടിയതായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ സഹായം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അതൊരു സഹായത്തിന്റെയും സഹായമില്ലായ്മയുടെയും ഭാഗമല്ല. ഒരു ജനപ്രതിനിധി സ്വാഭാവികമായും ആ മണ്ഡലത്തിൽ നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങൾ ഒരു ഗവൺമെന്റിനെ സമീപിച്ചുകൊണ്ട് അവിടെ നിന്ന് ലഭിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് ഇവിടെ മധുസൂദൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രിമാരുമായും ഉദ്യോഗസ്ഥന്മാരുമായും ഒക്കെ ബന്ധപ്പെട്ട് അവരുമായി പരസ്പരം ആ ഒരു ബന്ധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ സമീപിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു വികസനം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. അവിടെ ഒരു സഹകരണത്തിന്റെയും നിസ്സഹകരണത്തിന്റെയും ഒരു സമീപനമല്ല ഞാൻ കാണുന്നത്. മറിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അത് ലഭിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക, സ്വാഭാവികമായും ഉള്ള പരിമിതികൾക്കകത്ത് വെച്ച് പരമാവധി നടത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കോട്ടക്കലെ ആയുർവേദ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രൊജക്ട് ഓഫീസൊക്കെ തുടങ്ങി നോഡൽ ഓഫീസൊക്കെ അവിടെ നിയമിച്ചിട്ട് കുറെ കാലമായി. എന്താണ് അതിനകത്തുള്ള അടിസ്ഥാനപരമായ പ്രശ്നം ഈ പദ്ധതിയിൽ പോകാനുള്ളത്? സത്യത്തിൽ അത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വിപുലീകരി വന്ന കാലഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാറി മാറി വന്ന ഗവൺമെന്റുകൾ അതിനാവശ്യമായ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജനാധിപത്യ മുന്നണി സർക്കാർ അതിന്റെ നോഡൽ ഓഫീസറൊക്കെ വെച്ച് കളക്ടറെ, നമ്മുടെ മലപ്പുറം ജില്ലാ കളക്ടറെയാണ് അതിന് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഓഫീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രവർത്തനം അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയ്ക്കാണ് തെരഞ്ഞെടുപ്പ് വന്ന് പുതിയ ഗവൺമെന്റ് വന്നത്. പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ നമ്മളത് ആവശ്യപ്പെട്ടിരുന്നു. ആദ്യത്തെ നിയമസഭയിൽ തന്നെ ഞാനത് ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്റെ ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ. അന്നത് ഒരു വിദഗ്ധ സമിതിയെ വെച്ചുകൊണ്ട് പഠനം നടത്തി നമുക്ക് നടപ്പിലാക്കാൻ ശ്രമിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാമെന്ന് അന്ന് മന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ഒരു സാഹചര്യങ്ങളുടെ ഒരു സാങ്കേതിക കാര്യങ്ങളുടെയും ഒക്കെ ഭാഗമായി നീണ്ടു പോവുകയായിരുന്നു. അവസാനം ഈ അവസാനത്തെ ബഡ്ജറ്റിലും നിയമസഭാ സമ്മേളനത്തിലും വെച്ച് ഒരു ആയുർവേദ സർവകലാശാല പ്രവർത്തനം തുടങ്ങുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഒരു മറുപടി ബഡ്ജറ്റ് പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഈ നിയമസഭയുടെ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു UDF മുന്നണിയുടെ സംവിധാനം വന്നാൽ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പം എല്ലാ മെഡിക്കൽ ഫീൽഡുകളെയും ഒന്നിപ്പിച്ച് ഒരു പുതിയ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഒരു ആയുഷ് സർവകലാശാലയാക്കി ആയുർവേദ സർവകലാശാല എന്നതിന് പകരം ഒരു ആയുഷ് സർവകലാശാല കേന്ദ്ര ഗവൺമെന്റുകളുടെ സഹായത്തോടു കൂടി ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇനി പരിശോധിക്കാനുള്ള ഒരു പുതിയ സമയം മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ. അതിലേക്കുള്ള ഒരു പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു കൺവെർഷൻ വരുത്തി കാരണം ആ ഒരു തരത്തിലൂടെയുള്ള മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്ന് പരിശോധിക്കാം. എന്തായാലും ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആയുർവേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. അത് വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു തലത്തിൽ നമുക്ക് വെച്ച് ഉപയോഗപ്പെടുത്താൻ കഴിയും. ബൈപ്പാസ് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് കഞ്ഞിപ്പുരം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കാരണം ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആദ്യം അതിന് അനുവദിച്ച 25 കോടി രൂപ, 15 കോടി രൂപ 10 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിനും 15 കോടി രൂപ വർക്ക് തുടങ്ങുന്നതിനുമായിരുന്നു. അന്ന് ആദ്യഘട്ടത്തിൽ 10 കോടി രൂപയുടെ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു. മറ്റേ ഫണ്ട് അവിടെ ഡെഡായി കിടക്കുമായിരുന്നു. പിന്നീട് ഗവൺമെന്റ് മാറി വന്നു. അതിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ഫണ്ട് വേറെ കുറെ കൊടുത്ത് സ്ഥലം ഏറ്റെടുപ്പ് കഴിഞ്ഞു. അപ്പോഴാണ് റോഡ് പണി തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ആ എസ്റ്റിമേറ്റ് ഒന്ന് ചെറുതായി റിവൈസ് ചെയ്ത് ആ 15 കോടിയിൽ നിന്ന് അന്ന് 1.5 കോടി രൂപ ഏകദേശം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി സംഖ്യയായ 13.5 കോടി രൂപക്ക് പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രവർത്തനം തുടങ്ങാനുള്ള നടപടി ആരംഭിച്ചു. അതിന്റെ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു, അത് ആരംഭിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായും അതിന്റെ ഒരു പൂർത്തീകരണം. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ മറ്റൊരു 2ാം ഘട്ടം ആരംഭിക്കുകയുള്ളൂ.
അതിന് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നടത്താൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത്. സ്വാഭാവികമായി നടത്താൻ കഴിയും. മറ്റൊരു കാര്യം ഫയർ സ്റ്റേഷനാണ്. ഫയർ സ്റ്റേഷനും ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കാലത്ത് മുന്നണിയുടെ കാലത്ത് അനുവദിച്ചതാണ്. അന്ന് ആ കാലഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട കോട്ടക്കൽ മണ്ഡലത്തിലെ അബ്ദുൽ സമദാനിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ മണ്ഡലത്തിലെ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ ആളുകളും ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഈ പ്രദേശവാസികളൊക്കെ, കാരണം ഇവിടെ ചുറ്റുപാടിലൊന്നുമില്ലല്ലോ, കോട്ടക്കലും പുത്തനത്താണിയും വളാഞ്ചേരിയും ഒക്കെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന ആ പ്രയാസത്തിൽ നിന്ന് പിന്നെന്താണ് രക്ഷ വേണമെന്നുള്ള അർത്ഥത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അത് അംഗീകരിക്കുകയും അനുവദിക്കുകയും അതിന് സ്ഥലം കാണാനുള്ള ഒരു തലത്തിൽ എത്തുകയുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് അന്ന് മുന്നോട്ട് പോകാൻ പിന്നീട് കഴിഞ്ഞില്ല. പക്ഷെ നമ്മുടെ ഒരു സമ്മർദ്ദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് 50 സെന്റ് സ്ഥലം വളാഞ്ചേരി ഇപ്പോൾ CI ഓഫീസ് നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ പിന്നെ സ്ഥലം അനുവദിക്കുകയും ആ സ്ഥലം മാർക്ക് ചെയ്ത് അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഫയർ ഡിപ്പാർട്ട്മെന്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പിന്നീടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കെട്ടിടം ഉണ്ടാക്കലാണ്. അതിന് 3 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അന്നേ സമർപ്പിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു കൊല്ലമൊക്കെ പ്രളയവും മറ്റു ദുരിതങ്ങളും ഒക്കെ വന്നതുകൊണ്ടുള്ള ഒരു സാമ്പത്തിക പ്രയാസം കാരണം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ അവസാന ഘട്ടത്തിൽ അതിന്റെ എസ്റ്റിമേറ്റ് അംഗീകരിക്കുകയും 3 കോടി രൂപയുടെ 20% ഫണ്ട് അനുവദിക്കുകയും 40 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി DPR കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകും. മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞത് ഗവൺമെന്റ് കോളേജാണ്. അതും ഗവൺമെന്റ് കോളേജ് എന്ന് പറയുന്നത് ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നയം, കോളേജ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ, ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ഒരു കോളേജ് കൊടുക്കുക എന്നതായിരുന്നു. അന്ന് കോളേജ് ഇല്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും, എയ്ഡഡ് കോളേജോ ഗവൺമെന്റ് കോളേജോ ഇല്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും കോളേജ് അനുവദിക്കുക എന്നതായിരുന്നു. കോട്ടക്കൽ മണ്ഡലത്തിലെ അന്നത്തെ ഒരു സ്ഥിതി, ഇവിടെ വളാഞ്ചേരിയിലെ KVM കോളേജ് ഉള്ളത് കൊണ്ട് ഇവിടെ പുതിയ ഒരു ഗവൺമെന്റ് കോളേജ് അനുവദിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം അന്ന് ആ കോളേജ് അനുവദിച്ചില്ല. സ്വാഭാവികമായി നമ്മുടെ ജില്ലയിൽ മൊത്തം അങ്ങനെ ഇപ്പോൾ പൊന്നാനി അവിടെ എയ്ഡഡ് കോളേജാണുള്ളത്, MVS എയ്ഡഡ് കോളേജാണുള്ളത്. തിരുരങ്ങാടി പിന്നെന്താണ് VSMO കോളേജാണുള്ളത്, അവിടെ മറ്റൊരു ഗവൺമെന്റ് കോളേജ് ഇല്ല. അങ്ങനെ ഈ മണ്ഡലത്തിലെ വിവിധ ജില്ലയിൽ ഈ പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഈ ജില്ലയിലെ തന്നെ പല മണ്ഡലങ്ങളിലും ഐദർ ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജ്, ഏതെങ്കിലും ഒരു കോളേജാണുള്ളത്. രണ്ടാമത്തെ ഒരു കോളേജ് ഉള്ളത് മലപ്പുറത്ത് ഒരു വനിതാ കോളേജാണ് ആരംഭിച്ചിട്ടുള്ളത്. ആ വനിതാ കോളേജ് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ വനിതകളെ ആവശ്യമായ പെൺകുട്ടികൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ഒരു കോളേജ് കൊണ്ടുവന്നത്. മറ്റൊരു കോളേജ് പുതുതായി ആരംഭിച്ചത് വണ്ടൂരിലാണ്. അത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പിന്നെ മുന്നോക്കം വരുന്നതിന് വേണ്ടിയുള്ള ഒരു കോളേജ്. അത് എല്ലാ ജില്ലയിലും എല്ലാ മണ്ഡലത്തിലും ഒരു കോളേജ് എന്ന നയം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് ഗവൺമെന്റ് നയപരമായ നിലപാടുകൾ മാറുമ്പോൾ ഉണ്ടാകും. അതിൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥവും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഗവൺമെന്റ് ഒറ്റ പുതിയ കോളേജ് കൊടുത്തിട്ടില്ലല്ലോ. ഗവൺമെന്റ് കോളേജ് ഒന്നും കൊടുത്തിട്ടില്ല, എവിടെയും കൊടുത്തിട്ടില്ല. തൊഴിൽ സാധ്യതകൾ അതാണ്. ഇപ്പം യുവാക്കൾക്കും അതോടൊപ്പം തന്നെ പ്രവാസികളായി തിരിച്ചു വന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഞങ്ങളത് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചു വന്ന ആളുകളുടെ ഒരു കണക്കെടുപ്പ് നടത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ തൊഴിലില്ലാത്ത യുവാക്കളെ ഏത് തരത്തിൽ നമുക്ക് ഇവിടത്തുള്ള റിസോഴ്സ് വെച്ചല്ലേ, ഈ മണ്ഡലത്തിലെ ഒരു റിസോഴ്സ് വെച്ചേ നമുക്ക് പിന്നെ എന്ത് തൊഴിലാണ് കൊടുക്കാൻ പറ്റുക എന്ന് പിന്നെ നോക്കാനും അതിന് മുന്നോട്ട് പോകാനും കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരു റിസോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള ഒരു ശ്രമം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടാനുള്ള പ്രൊജക്ടുകൾ കുറ്റിപ്പുറം പഞ്ചായത്തിലെ ജലനിധി ഉൾപ്പെടെയുള്ള പല പദ്ധതികളും പരാജയമാണ്. കാരണം അവിടെ ഏകദേശം 4000-ഓളം ഉപഭോക്താക്കൾക്ക് പകുതിയിലധികം ആളുകൾക്ക് വെള്ളം കിട്ടാത്തൊരു മണ്ഡലത്തിലെ പല പ്രദേശങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നം നിലനിൽക്കുന്നു. ഇതിന് കുടിവെള്ളത്തിന്റെ ക്ഷാമം വളരെ പിന്നെന്താണ് പ്രയാസം തന്നെയാണ്. നമുക്ക് അതിന്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ അതിന് അനുയോജ്യമായ രൂപത്തിലുള്ള ഒരു സ്രോതസ് കിട്ടാനില്ല. ആ സ്രോതസ് ഇപ്പൊ നമ്മുടെ പിന്നെന്താണ് ജലനിധി ഉപയോഗപ്പെടുന്ന തിരുനാവായ പിന്നെന്താണ് പ്രദേശങ്ങളിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ ഇപ്പം വരുന്നതാണ് മാറാക്കര പഞ്ചായത്തിലും അതുപോലെ തന്നെ വളാഞ്ചേരിയിലെ ചില ഭാഗങ്ങളിലും ഒക്കെയായി പദ്ധതി നടപ്പിലാക്കുന്നത് പിന്നെന്താണ് തിരുനാവായ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ പൊന്മള പിന്നെന്താണ് ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ അപ്പുറത്ത് കടലുണ്ടിപ്പുഴയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. കോട്ടക്കൽ പ്രദേശത്തേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് ഇവിടെ ഒരു പദ്ധതി രൂപീകരണം നടത്തി അതിന്റെ പ്രൊജക്ടുമായി മുന്നോട്ട് പോവുകയാണ്. അതിന് നമുക്ക് ഇവിടെ ഈ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു സ്രോതസ് നമുക്ക് ഇല്ലാത്തതിന്റെ പ്രയാസമുണ്ട്. അപ്പൊ കുറ്റിപ്പുറത്ത് ജലനിധി ഉള്ള പ്രയാസം അതാണ്. കാരണം 15 ലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാമെന്നാണ് വാട്ടർ ഡിപ്പാർട്ട്മെന്റുമായ കര. പക്ഷെ അതിനനുസരിച്ച് അവർക്ക് വെള്ളം ഇല്ലാതെ കൊടുക്കാൻ കഴിയില്ലല്ലോ. അത് കിട്ടുന്നവർക്ക് അവർ കൊടുക്കുന്നുണ്ട്.
അപ്പം അതുകൊണ്ടാണ് ജലനിധിയുടെ പ്രയാസം അനുഭവിക്കുന്നത്. എന്നാലും അത് പരമാവധി ഉപയോഗപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനൊരു ഒരു മാറ്റം വരുത്താൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റം വരുത്താൻ ശ്രമിക്കുന്നത് കുറ്റിപ്പുറം പഞ്ചായത്ത് 2 വില്ലേജുകളാണ്. നടുവട്ടം വില്ലേജും അവിടുത്തെ വേൽമുറി വില്ലേജും കുറ്റിപ്പുറം വില്ലേജും. ആ വില്ലേജുകളെ ഒന്ന് വിഭജിച്ച് ഒരു ഭാഗത്തേക്ക് ഇപ്പം നിലവിലെടുത്ത് സ്രോതസ് ഉപയോഗപ്പെടുത്തുകയും മറുഭാഗത്ത് പേരശ്ശന്നൂരിൽ നമുക്കൊരു സ്രോതസ് കിട്ടാനുണ്ട്. പേരശ്ശന്നൂർ ഭാഗത്ത് ഒരു സ്രോതസ് കിട്ടാണ്. അത് ഉപയോഗപ്പെടുത്തി അതൊന്ന് വിഭജിച്ച് 2ആക്കി അതിലെ പുതിയ ഒരു തരത്തിലൂടെയുള്ള ഒരു സംവിധാനം ഒരുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുക. അതിനുള്ള ഒരു തരത്തിലൂടെയുള്ള ആലോചന ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഈ ചില സന്ദർഭങ്ങളും സാങ്കേതികമായ കാരണങ്ങളും കൊണ്ടും നീണ്ടുപോയതാണ്. എന്തായാലും അടുത്ത ഒരു ഘട്ടത്തിൽ തീർച്ചയായും കുറ്റിപ്പുറം പഞ്ചായത്ത് അടക്കമുള്ള ഈ മേഖലകളിലെ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ആദ്യത്തെ ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ജനാധിപത്യ മുന്നണി സംവിധാനം അതിനുവേണ്ടിയുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഞങ്ങൾ നടത്തുക. അല്ല, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഒരു ഗവൺമെന്റ് മാറി വന്ന് നമ്മുടെ ഇനിയിപ്പോ ഐഡിയ നമ്മളെ പറയും. സ്വാഭാവികമായി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന എല്ലാ പഞ്ചായത്തിലും ഒരു കായിക സംവിധാനം ഒരുക്കുന്നുവെന്നുള്ള സമീപനം ഉണ്ടാകണം. ഇതുപോലെ തന്നെ ഗവൺമെന്റ് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിപ്പിച്ചുകൊണ്ട് കോട്ടക്കലിൽ ഒരു കോളേജ് പുതുതായി സ്ഥാപിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ആയുഷ് സർവകലാശാലയോ ഈ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണം. അങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ ഒപ്പം ഇവിടെ കുടിവെള്ള പദ്ധതിയും മറ്റു തലങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ പറ്റുമോ എന്നത് ആലോചിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എന്തായാലും ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൂടെയുള്ള വികസനങ്ങൾ ഇൻക്ലൂഡിങ് തൊഴിൽ നൽകുക എന്നത് ആ ഒരർത്ഥത്തിൽ അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ആ രൂപത്തിൽ ഞങ്ങളൊരു വികസന പ്രവർത്തനത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുക. അല്ല, അതിപ്പോ നമ്മൾ ആദ്യത്തെ ഒരു നമ്മുടെ ഈ വളാഞ്ചേരിക്ക് ഒരു റിംഗ് റോഡ് ഉണ്ടാക്കണം നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതിന് നമുക്ക് ഹൈസ്കൂളിന്റെ മുന്നിലൂടെയുള്ള റോഡ് വികസിപ്പിക്കാൻ വേണ്ടി അന്ന് 28 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ നമുക്ക് സ്ഥലം ലഭിക്കുന്നതിനുള്ള വലിയ അവിടെ ഹൈസ്കൂളുണ്ട്, അതുപോലെ തന്നെ വളരെ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് സ്ഥലം വിട്ട് കിട്ടുന്നതിനുള്ള വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വീതി കൂട്ടാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി മൂച്ചിക്കൽ ബൈപ്പാസ് അത് ഇപ്പം സ്ഥലം അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു ബൈഫിക്കേഷൻ നടന്നാൽ സ്വാഭാവികമായും അതിലൂടെയുള്ള പ്രയാസം ഒഴിവാക്കാൻ കഴിയും. ഇനി അതിന്റെ ഒരു വിപുലീകരണമാണ് നമുക്ക് നടത്താനുള്ള ശ്രമം നടത്തേണ്ടത്, സ്ഥലം ലഭ്യമാക്കുക എന്നത്. പക്ഷെ അവിടെ കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് പൂർത്തീകരിക്കുന്നതോടുകൂടിയും ഒപ്പം ഈ നാഷണൽ ഹൈവേയുടെ പുതിയ അലൈൻമെന്റ് വന്നിട്ടുണ്ടല്ലോ. വട്ടപ്പാറയിൽ നിന്ന് നേരെ കുണിക്കൽ പാലത്തേക്കുള്ള കുറ്റിപ്പുറം റോഡിലേക്കുള്ള ആ പുതിയ പുതിയ ഹൈവേയുടെ പുതിയ അലൈൻമെന്റ് വന്നിട്ടുണ്ട്. അത് പ്രാവർത്തികമാകുന്നതോടുകൂടി വളാഞ്ചേരിയിലെ ആ ഒരു വലിയ കഞ്ചഷൻ ഒഴിവാക്കാൻ കഴിയും. അതിന് പരിഹാരമായിട്ടാണ് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് തുടങ്ങുക എന്ന് ഉദ്ദേശിച്ചത്. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പുറമെ നമ്മളത് പെട്ടെന്ന് എന്തായാലും കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് പൂർത്തീകരിക്കാനുള്ള ഒരു പ്രയാസം അങ്ങനെ നീണ്ടുപോകുന്ന സമയത്തിടക്കാണ് നമ്മൾ നേരിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനാവശ്യം നാറ്റ്പാക്കിന്റെ ഒരു സ്റ്റഡി, അപകടം നടന്ന സമയം ഓർമ്മയുണ്ടല്ലോ, ആ നാറ്റ്പാക്കിന്റെ ഒരു സ്റ്റഡി നടത്തി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയർമാരെയും ഒക്കെ വിളിച്ചുകൂട്ടി കളക്ടറുടെ മുന്നിൽ വിളിച്ചുകൂട്ടി നമ്മൾ അതിനുള്ള ഒരു ശ്രമം നടത്തി. അവര് തന്ന ഒരു പ്രപ്പോസൽ വെച്ച് നമ്മൾ ഏകദേശം 2 കോടി രൂപയുടെ ഒരു വികസന പ്രവർത്തനം നടത്തിയാൽ അവിടെ കുറെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്ന് അവരുടെ ആ ഒരു പ്രപ്പോസൽ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അവർ 2 കോടി രൂപ അനുവദിച്ചു. അതിന്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ അവിടെ പരമാവധി പൂർത്തീകരിച്ച് കുറച്ചുകൂടി ബാക്കിയുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു സ്ഥലം ഈ ലെഫ്റ്റ് സൈഡിലുള്ള താഴത്തോട്ട് ഇറങ്ങുന്ന റോഡിന്റെ സൈഡിലുള്ള ഭാഗം വിട്ടുകിട്ടണം, എന്നാലേ അവിടെ കുറച്ചുകൂടി പ്രയാസം ഒഴിവാക്കാൻ കഴിയൂ എന്നവർ പറഞ്ഞപ്പോൾ ആ സ്ഥലം വിട്ടുകിട്ടുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ നാഷണൽ ഹൈവേയെ സമീപിക്കുകയും ഗവൺമെന്റിനെ സമീപിക്കുകയും ചെയ്തപ്പോൾ അതിന് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി 49 ലക്ഷം രൂപ 48 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ അക്വസിഷൻ നടകൾ സ്വാഭാവികമായും അതിൻ്റെതായ ഒരു തലമുണ്ടല്ലോ. അത് ലഭിക്കുന്നതോടുകൂടി ഇന്നിപ്പോൾ നാറ്റ്പാക്ക് ആണെങ്കിലും അവിടെയുള്ള എഞ്ചിനീയറിംഗ് അതോറിറ്റി ആണെങ്കിലും പറഞ്ഞ ഒരു വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ കഴിയും. എന്നാലും അത് പരിപൂർണമാകണമെങ്കിൽ സ്വാഭാവികമായി കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് വരണം.
പിന്നെ പുറത്തുനിന്ന് വരുന്ന ലോറിക്കാരാണ് പലപ്പോഴും അവിടെ അപകടം ഉണ്ടാകുന്നത്. അതിനിപ്പോൾ ഈ IOCയിൽ ചിലപ്പോൾ ഒരു ഡ്രൈവറെ ഉണ്ടാകുള്ളൂ ടാങ്കർ ലോറികളിലാണെങ്കിൽ. മറ്റവർക്ക് പുറത്തുനിന്നുള്ള ആളുകൾ അവരുടെ ഒരു പരിചയക്കുറവ് എന്താണ് അതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രമെന്ന് നമുക്ക് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിന് ഇപ്പോൾ അടുത്തുണ്ടായ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ എറണാകുളം ബേസ് ചെയ്തൊരു NGO അസോസിയേഷൻ ഉണ്ടായിരുന്നു. ആ NGO അസോസിയേഷൻ ഇങ്ങനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേയിൽ അപകടം സംഭവിക്കുമ്പോൾ അവിടെയൊക്കെ പോയി ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നവരാണ് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുമായി അവരെ വിളിച്ചിരുത്തി കൂട്ടി ഒരു എന്താണ് യോഗം കൂടി അതിൻ്റെ പ്രവർത്തനം നടത്താമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അപ്പോഴേക്കും പിന്നെ ഈ ഇലക്ഷൻ്റെ പ്രോസസ്സിങ് വന്നതോടുകൂടി നമുക്ക് നടത്താൻ കഴിയാതെയായി. എന്തായാലും ഭാവിയിൽ അതുകൂടി അവിടുത്തെ ആ ഒരു നിലവിലിപ്പം തന്നെ ആ റോഡ് ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അവിടെ കൂടി ഒരു സേഫായ രൂപത്തിലേക്ക് ആക്കാനുള്ള ശ്രമം തീർച്ചയായും നടത്തും. നടന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പം ഈ സ്ഥലം പിന്നെ അതിൻ്റെ പിന്നെ സ്ഥലത്തിനുള്ള റേറ്റ് എത്രയാണെന്ന് നിശ്ചയിച്ചു കൊടുക്കാനേ ഉള്ളൂ. ബാക്കി പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇല്ല, അങ്ങനത്തെ ഒരു അസ്വസ്ഥതകളും എല്ലാ മീറ്റിങ്ങിനും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ മറ്റു വിഷയങ്ങളുണ്ട്. സ്ഥാനാർത്ഥി നമ്മൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പാണക്കാട് ചെയ്ത് ഹൈദരലി ശാസ്ത്രങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയായിട്ട് എല്ലാവരും അംഗീകരിക്കുക, യാതൊരു പ്രശ്നമില്ല. അങ്ങനത്തെ യാതൊരു അസ്വസ്ഥതകളും ഇല്ല. വളരെ നല്ല ഐക്യത്തോടുകൂടി എല്ലാവരും മുന്നോട്ട് പോകും. തീർച്ചയായും നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നല്ല വമ്പിച്ച ഭൂരിപക്ഷം നമ്മൾ നേടി. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നഷ്ടപ്പെട്ടിരുന്ന എല്ലാ പഞ്ചായത്തും തിരിച്ചു പിടിച്ചു. UDF വളരെ ഏറ്റവും ശക്തമായിട്ട് ഐക്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ്. പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇടപെടലുകളും ജനകീയതയും അതൊക്കെ കൂടുതൽ നമ്മളെ വോട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായിട്ടും UDF വനിതകൾക്ക് സീറ്റ് കുറഞ്ഞു എന്നുള്ളൊരു പരാതി വ്യാപകമായിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ കോൺഗ്രസിലും വനിതകൾ നേതാക്കന്മാർക്ക് സീറ്റുകൾ കിട്ടാത്ത പ്രയാസങ്ങളുണ്ട്. ജലിക സുഭാഷിനെ പോലെയുള്ളവർ UDF തുടരുന്ന സാഹചര്യമാണ്. ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം UDF നേതൃത്വം എന്താണ് സംസാരിച്ച് അതിനുള്ള മറുപടി അവരല്ലേ പറയേണ്ടത്. സംസ്ഥാന നേതൃത്വം മുസ്ലിം ലീഗിന് വനിതാ സ്ഥാനാർത്ഥിയെ പുതുതായി കോഴിക്കോട് പുതിയൊരു സ്ഥാനാർത്ഥി വന്നു. എന്നാലും മുസ്ലിം ലീഗ് അത് ആരംഭിച്ചില്ല. ഇല്ലാത്തോട്ട് ഒന്ന് വന്നാൽ വലിയ സംഭവമല്ലേ, ഞങ്ങൾ കൂടി വരും. 25 വർഷക്കാലം മുസ്ലിം ലീഗ് സീറ്റ് കൊടുത്തിരുന്നില്ല വനിതകൾക്ക്. അല്ല, ഓരോ ഘട്ടം വരുന്നതിനനുസരിച്ചല്ലേ, ഓരോ സന്ദർഭം സമയത്തിനനുസരിച്ചാണ്. ഇപ്പം നേരത്തെയൊക്കെ ഇപ്പം യുവാക്കൾ ഒരുപാടേറെ പുതുതായി കടന്നു വന്നില്ലേ. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു സമീപനം എടുത്തു. 3 പ്രാവശ്യം മത്സരിച്ച് അവർക്ക് സീറ്റ് കൊടുക്കാനായിരുന്നില്ല. ഇതിലും അങ്ങനെ തന്നെയാണ് സമീപനം. അത്യാവശ്യമായ ചില ആളുകൾക്കുള്ള എക്സംഷൻ കൊടുത്തു. അത് വെച്ചാണല്ലോ സ്ഥാനാർത്ഥി പട്ടികയും വന്നത്. അതൊരു സന്ദർഭത്തിനനുസരിച്ച് പാർട്ടി ഉയരുക എന്നുള്ളതാണ്. അതിന്റെ ഉയർച്ച മുസ്ലിം ലീഗും കാണിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ വട്ടപ്പറമ്പിലെ അവിടെ ടാങ്കും അവിടെ നിന്നാണ് ഈ 2 പഞ്ചായത്തിലേക്കുള്ള വെള്ളം വരുന്നത്. ഇപ്പോ ഈ വേനലിലേക്ക് അടുത്ത സമയത്ത് നമുക്ക് വളാഞ്ചേരി പഞ്ചായത്തിലേക്ക് ഇവിടുത്തെ കാര്യം അറിയില്ല. ആഴ്ചയിൽ 1 ദിവസമാണ് സപ്ലൈ. ഒരുപാട് ആളുകൾ അതിന്റെ ഗുണഭോക്താക്കളാണ്. അപ്പൊ അവിടെ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ്, ടാങ്കിൽ വെള്ളം കുറഞ്ഞതുകൊണ്ടാണ് ഈ 1 ദിവസം നമുക്ക് ഫോട്ടോ കിട്ടാനുണ്ടായിരുന്നത്. ആഴ്ചയിൽ 1 ദിവസം. പക്ഷെ ഇവിടെ ഇപ്പോ അവിടേക്കുള്ള ആ പദ്ധതിയിൽ നിന്ന് തന്നെ വെള്ളം ഇപ്പോൾ ഇടയൂരിലേക്ക് കൊടുക്കാനുള്ള പരിപാടികളുണ്ട്. ഇടയൂരിൽ ഓൾറെഡി പിന്നെ ജലനിധി പദ്ധതി ഉള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കൂടുതൽ സൗകര്യങ്ങൾ കാണാതെ അല്ലേ ഈ ഇടയൂരിലേക്ക് കൊടുക്കുന്നത്. അത് ഇവിടത്തേക്ക് ഇനിയും ഇതിനെ കൂടുതൽ ഉത്സാഹമാക്കിയല്ലേ ചെയ്യുക. ഈ വരാനുള്ള 2-3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത മാസം കാലങ്ങളിൽ അല്ല, അങ്ങനെ ഒരു പ്രയാസം മുന്നിൽ കണ്ടു തന്നെയാണ് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അവിടെ ഈ വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ഒരുക്കുമ്പോൾ
അതിന് വെള്ളം ആവശ്യമായ സ്രോതസ് ഉണ്ടാകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി താഴത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവർ തടയേണ്ട ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. താൽക്കാലികമായി ഇപ്പോൾ അടിയന്തരമായി ആ വെള്ളം എത്തിക്കുന്നതിനുള്ള താൽക്കാലികമായ തടയണക്ക് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ പ്രവർത്തനം നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സ്ഥിരമായ ഒരു സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസൽ ഗവൺമെന്റ് മുമ്പിലുണ്ട്. അതിപ്പോൾ ഈ പെട്ടെന്ന് തെരഞ്ഞെടുപ്പുമായി പ്രഖ്യാപനം വന്നതുകൊണ്ടാണ് അതിന്റെ ആ ഭരണാനുമതി നൽകാതിരുന്നത്. ആ ഒരു സ്ഥിരമായ സ്ഥായിയായ സംവിധാനം ഒരുക്കുന്നതോടുകൂടി ഈ 3 പഞ്ചായത്തിലേക്കും കൂടി വെള്ളം എത്തിക്കാൻ കഴിയും. അതിന്റെ പ്രശ്നം അത് വെച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മൾ അതിൽ പറഞ്ഞ നമ്മുടെ കാങ്കക്കടവ് പിന്നെന്താണ് പദ്ധതിയുണ്ട്. അത് വരുമ്പോഴും നമുക്ക് വെള്ളത്തിന് സ്രോതസ് കൂടിയാൽ കുറ്റിപ്പുറത്തെയും ഒക്കെ ഈ പ്രശ്നം പരിഹരിപ്പിക്കാൻ കഴിയും. അതെ 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 അത് ഉണ്ടാവില്ല. വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രപ്പോസൽ അതിലുണ്ട്. സെപ്പറേറ്റ് പ്രപ്പോസൽ തന്നെ. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം ഉള്ളത് കൊടുക്കാൻ കഴിയും. പറഞ്ഞല്ലോ ഒന്നില്ല. അപ്പൊ സന്തോഷം എല്ലാവരും. 2011 ഇവിടുത്തെ യുഡിഎഫിന്റെ ഭൂരിപക്ഷം 35,902 വോട്ടുകളാണ്. 16 താങ്കൾ മത്സരിച്ചപ്പോൾ എന്നെ മുമ്പ് വരുന്നു. നേരെ പകുതിയായി 15,402 വോട്ടുകളിലേക്ക് വന്നു. യുഡിഎഫിന്റെ വോട്ട് 10% കുറയുകയും എൽഡിഎഫിന്റെ വോട്ട് 9% വർദ്ധിക്കുകയും ചെയ്തു. ഈ എന്നെ മുമ്പായിട്ട് എന്നെ വീണ്ടും മത്സരിക്കുന്നു. താങ്കൾ സിറ്റിംഗ് എം എൽ എ താങ്കൾ മത്സരിക്കുന്നു. എൽഡിഎഫിന്റെ ഒരു വളർച്ച, ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടോ കോട്ടക്കൽ? ഇല്ല, അന്നത്തെ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ അന്ന് ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ ഭരണം കഴിഞ്ഞ് UDF മത്സരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. സമദാനി സാഹിബാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. കോട്ടക്കൽ തന്നെയുള്ളതായിരുന്നു. ആ വളരെ പ്രശസ്തമായ പ്രഗത്ഭമായ തരത്തിൽ ജനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക്, കോട്ടക്കലിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്കും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുന്നത്. രാഷ്ട്രീയമായ ഒരു ഇൻകംബൻസി ഉണ്ടായിരുന്നു, ഭരണപരമായ ഇൻകംബൻസി ഉണ്ടാകുമല്ലോ. അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു കുറവ് ഇവിടെ കോട്ടക്കൽ മണ്ഡലത്തിൽ UDF ജനാധിപത്യ മുന്നണിക്ക് കിട്ടാവുന്ന വോട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വേരിയേഷൻസ് ഉണ്ടാകാം ചെറിയ. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യം അതിവിടെ മാത്രമല്ല. മങ്കട മണ്ഡലത്തിൽ അന്ന് 23,000 വോട്ടാണ് കിട്ടിയത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലും അതുപോലെയാണ് കിട്ടിയത്. അപ്പം അത് ആ ഒരു സാഹചര്യത്തിനനുസരിച്ചുള്ള വേരിയേഷൻ. പക്ഷെ അത് ഇപ്പം ആ ഒരു തരത്തിൽ പോകുമെന്ന് ഞങ്ങൾ കാണുന്നില്ല. ഇപ്പം സ്വാഭാവികമായും അതിലേറെ ഞങ്ങളുടെ പ്രവർത്തനവും ഈ ഭരണത്തിനോടുള്ള ഇടതുപക്ഷ ഭരണത്തിനോടുള്ള ഒരു ഇൻകംബൻസി പവർ ഇൻകംബൻസി സ്വാഭാവികമായും ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചും ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായും ഏറ്റവും നല്ല ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇല്ല, ഇവിടെ എല്ലാ പഞ്ചായത്തും ഇത്തവണ UDF ആണല്ലോ. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇലക്ഷനിലും UDF ആണ് ജയിച്ചത്. പിന്നെ ആ അസംബ്ലി ഇലക്ഷൻ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ വമ്പിച്ച ഭൂരിപക്ഷമാണല്ലോ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ എല്ലാ പഞ്ചായത്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നല്ല ഭൂരിപക്ഷം തന്നെ അതിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ സന്തോഷം. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. സ്ഥാനാർത്ഥി അതായത് ഔട്ട് ഓഫ് നമുക്ക് 20-ാം തീയതി കൺവെൻഷൻ ഉണ്ട്. വളാഞ്ചേരി സാഗർ ഓഡിറ്റോറിയത്തിൽ ആദരണീയനായ ഹൈദരലി ശിഹാബ്ദങ്ങളും കോൺഗ്രസിന്റെയും ജനാധിപത്യത്തിന്റെയും നേതാക്കന്മാരുണ്ടാകും. എല്ലാവരും അതിൽ സഹായ സഹകരണം നൽകി സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരി, താങ്ക് യു.